Hi everyone. Today we are going to start our second module. So you can see the syllabus here. The second module comprises of the looping statements, and also we will study about arrays, then some input-output functions, then how to write a program, etc. നിങ്ങൾ ഓൾറെഡി ഒരു ചെറിയ പീസ് ഓഫ് പ്രോഗ്രാം എഴുതാൻ ഫെമിലിയർ ആണ്. ഹലോ വേൾഡ് ആയാലും ചെറിയ ഇഫ് എൽസ് വെച്ചുള്ള പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുമുണ്ട്. സോ കുറച്ചും കൂടി കമ്പ്യൂട്ടർ പ്രോഗ്രാമിലേക്ക് ഡീപ്പായിട്ട് പോകുന്ന ഒരു മോഡ്യൂളാണ് സെക്കൻഡ് മോഡ്യൂൾ. എങ്ങനെയാണ് വലിയ രീതിയിലുള്ള വലിയ പ്രോഗ്രാംസൊക്കെ നമുക്ക് ലൂപ്പിംഗ് വെച്ചിട്ടും അതല്ലാണ്ട് അറേസ് വെച്ചിട്ടും ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ ഈ മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. സോ വി വിൽ ഫസ്റ്റ് ഗോ ടു ദ ഫസ്റ്റ് സെക്ഷൻ, ദാറ്റ് ഈസ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് യൂഷ്വലി വാട്ട് ഈസ് എ ലൂപ്പ്? ഒരു ലൂപ്പ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പീസ് ഓഫ് ബ്ലോക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നു, അതാണ് ലൂപ്പ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ലൂപ്സ് ആർ യൂസ് ടു റിപ്പീറ്റ് എ ബ്ലോക്ക് ഓഫ് കോഡ്. ഒരു കോഡ് തന്നെ വീണ്ടും കുറേ വട്ടം നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നതനുസരിച്ച് കുറേ വട്ടം അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം, അതിനാണ് ലൂപ്പ് എന്ന് പറയുക. സോ C++ സപ്പോർട്ട്സ് 3 types of loop. They are for loop, while loop and do while loop. So we will study these loops in detail. For loop is basically an entry controlled loop or entry enrolled loop. അതായത് എൻട്രി വരുന്ന സമയത്താണ് ഇത് ഫസ്റ്റായിട്ട് ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. That is, it is used when an action to be repeated for a predetermined number of times. ഇപ്പം നമ്മൾ x=10 ആണ് ഫോർ ലൂപ്പിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 10 times ആ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലുള്ള കോഡ് ലൂപ്പ് ചെയ്തുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. യു ക്യാൻ സീ ദ സിൻടാക്സ് ദെയർ. ഫോർ ഇൻ ബ്രാക്കറ്റ്സ് ഇനീഷ്യലൈസേഷൻ, സെമിക്കോളൻ കണ്ടീഷൻ, സെമിക്കോളൻ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ്. സോ 3 കാര്യങ്ങളാണുള്ളത്. അതിൻ്റെ ഉള്ളിലാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്, നമുക്ക് എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. സോ ദാറ്റ് പാർട്ട് ഓഫ് ദ കോഡ് വിൽ ബി എക്സിക്യൂട്ട് whenever the for condition is true. സോ നമുക്കൊരു എക്സാമ്പിൾ കാണുന്നതിന് മുൻപേ ആദ്യം എന്താണ് ഈ ഇനീഷ്യലൈസേഷൻ കണ്ടീഷൻ എന്നൊക്കെ നോക്കാം. സോ ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ആദ്യമായിട്ടൊരു വേരിയബിളിന് എത്രയാണ് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇഫ് x=0 എന്നാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ ആദ്യത്തെ ടൈം എക്സിക്യൂഷനിൽ എക്സിന് 0 എടുക്കും. പിന്നെ നമുക്കത് ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ചെയ്യുമ്പോൾ പിന്നെ എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കില്ല. സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് എക്സിക്യൂട്ടഡ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ ലൂപ്പ് കൺട്രോൾ ചെയ്യാൻ ഒരു വേരിയബിൾ ഉണ്ടാവും. ഐയോ എക്സോ എന്തെങ്കിലും ഒരു വേരിയബിൾ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. സോ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ ഇനീഷ്യലൈസേഷൻ ചെയ്യുന്ന പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റാണ് ഇനീഷ്യലൈസേഷൻ പ്രോസസ്സ്. നെക്സ്റ്റ് സെക്കൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കണ്ടീഷനാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. x=0 നമ്മൾ ഇനീഷ്യലൈസേഷൻ കൊടുത്തു, x<10 എന്ന് കൊടുത്തു. സോ x<10 ആവുന്ന കേസിൽ മാത്രമേ ആ ലൂപ്പ് വർക്ക് ചെയ്യുള്ളൂ. അതായത് x10 ആവുന്ന കേസ് എന്ന് പറയുന്നത് x ചേഞ്ചസ് ഫ്രം 1 to 9. x<10 എന്ന് പറയുമ്പോൾ x ചേഞ്ചസ് ഫ്രം 1 to 9. സോ അത്രയും 1 to 9 എന്ന് പറഞ്ഞ കേസസിൽ എക്സിൻ്റെ വാല്യൂ വരുമ്പോൾ മാത്രമേ ആ ലൂപ്പ് വർക്ക് ചെയ്യുള്ളൂ. So when it is true, the body of the loop is executed, and when it is false, the body of the loop does not execute and it flow to the next statement just after the for loop. For loopൻ്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അതായിരിക്കും റൺ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് യു ഹാവ് ദ തേർഡ് എക്സ്പ്രഷൻ, ദാറ്റ് ഇസ് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ്. അത് എക്സിൻ്റെ വാല്യൂ നമുക്ക് x++ അല്ലെങ്കിൽ x- എന്താണ് നമുക്കത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫോർ ലൂപ്പിൽ എന്താണ് വരേണ്ടത് ആ രീതിയിൽ നമുക്കത് ഡിക്രിമെൻ്റ് ഒരു ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആദ്യം കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളൊരു ഫോർ ലൂപ്പ് കൊടുക്കുന്നതിൻ്റെ എക്സാമ്പിൾ കാണിക്കാം. You have here for x=0, x<10, x++. So x=0 എന്ന് പറയുന്നതാണ് ഇനീഷ്യലൈസേഷൻ, വേറെ x is initialized 0. x<10 എന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടീഷൻ, അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ. അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണ്, x<10 ആണോ നോക്കുകയാണ്. എന്നാൽ തേർഡ് എക്സ്പ്രഷൻ ഇസ് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ്, അതായത് x++. സോ ഫസ്റ്റ് കേസിൽ നമ്മൾ x0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. 0<10 ആണോ നോക്കി, അതെ. x++ എന്ന് പറയുന്നത് പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ്, അതായത് വേരിയബിൾ യൂസ് ചെയ്തതിന് ശേഷമാണ് ++ ചെയ്യുന്നത്. സോ ആദ്യം 0 പ്രിൻറ്റ് ചെയ്യും, എന്നിട്ട് എക്സിനെ 1 ആക്കും. ഇനി വീണ്ടും ചെക്ക് ചെയ്യും 1<10 ആണോ. യെസ്, 1<10. സോ എക്സ് പ്രിൻറ്റ് ചെയ്യും, 1 പ്രിൻറ്റ് ചെയ്യും, എന്നിട്ട് x++ ചെയ്യും, ദാറ്റ് ഇസ് 2. അങ്ങനെ
until x reaches less than 10, അതായത് until 9 this loop will be executed. 10 വരുമ്പം എക്സിക്യൂട്ട് ആവില്ല, കാരണം 10 ലെസ് ദാൻ 10 അല്ലല്ലോ, ലെസ് ദാൻ ഈക്വൽ ടു അല്ലേ 10 വരെ. സോ 9 വരെ പോയിട്ട് ലൂപ്പ് ബ്രേക്കിംഗ്. ഹെൻസ് യു ക്യാൻ സീ ദ ഔട്ട്പുട്ട് 0 1 2 3 4 5 6 7 8 till 9. 10 വരില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് കൊടുത്താൽ 10 കൂടി വരും. സോ ദിസ് ഇസ് ഹൗ യു ക്യാൻ റൈറ്റ് എ കോഡ് യൂസിങ് ഫോർ ലൂപ്പ്. നമുക്ക് എന്തൊരു പീസ് ഓഫ് കോഡ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് യു ഹാവ് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഫോർ പോലെ തന്നെയാണ്. കുറച്ച് ചേഞ്ചസ് വരുന്നതെന്ന് വെച്ചാൽ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യും, പക്ഷെ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കണം. ആ കണ്ടീഷൻ ട്രൂ ആവുന്ന സമയത്ത് മാത്രമേ അത് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. സോ യു ക്യാൻ സീ ദ സിൻടാക്സ്. വൈൽ ദർ ഇസ് എ കണ്ടീഷൻ ദാറ്റ് പർട്ടിക്കുലർ പീസ് ഓഫ് കോഡ് വിൽ ബി എക്സിക്യൂട്ടഡ്. സോ ബേസിക്കലി ഇറ്റ് ഇവാലുവേറ്റ്സ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻ. അതായത് വൈൽ എക്സ് ഗ്രേറ്റർ ദാൻ 0, അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന കണ്ടീഷനിൽ മാത്രമേ അതിൻ്റെ ബോഡീൻ്റെ ഉള്ളിൽ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. സോ വെൻ എവർ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇസ് ട്രൂ, ദ കോഡ്സ് ദാറ്റ് ഇസ് ഇൻസൈഡ് ദ ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ് ഓർ ഇവാലുവേറ്റഡ്. വെൻ എവർ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇസ് ഫോൾസ്, ദ വൈൽ ബോഡി ഡസ് നോട്ട് എക്സിക്യൂട്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓരോ ടൈം ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണ് ഫോൾസ് ആവുന്നത്, ഫോൾസ് ആകുമ്പോൾ ആ ലൂപ്പ് ഒന്ന് ടെർമിനേറ്റ് ചെയ്യും. സോ നമ്മൾ ആദ്യം തന്നെ ലൂപ്പിൻ്റെ, അതായത് ആ ബോഡീൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ്. ചെയ്തതിന് ശേഷം ട്രൂ ആണെങ്കിൽ മാത്രമേ ആ ബോഡീൻ്റെ അകത്ത് കയറുന്നുള്ളൂ. ഹെൻസ് ഇറ്റ് ഇസ് കോൾഡ് ആസ് ആൻ എൻട്രി കൺട്രോൾഡ് ലൂപ്സ്. അതായത് ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് ബിഫോർ എക്സിക്യൂട്ടിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ബോഡി ഓഫ് ദ ലൂപ്പ്, it checks the condition whether it is true or false. So hence as a result it is called as entry controlled loop. You can see an example here. While x, ആദ്യം എക്സിൻ്റെ വാല്യൂ 10 എന്ന് പറഞ്ഞ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ വൈൽ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0, സി ഔട്ട് എക്സ്. സോ നമ്മൾ എക്സിൻ്റെ വാല്യൂ 10 ആണ്, ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആണ്. സോ വൈൽ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0, സോ ആദ്യം 10 എടുത്തു, അപ്പോൾ സി ഔട്ട് 10 പ്രിൻ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം ഓരോ സമയം അവിടെ എക്സിൻ്റെ ഡിക്രിമെൻറ്റ് കൊടുക്കണം. അത് ഈ പീസ് ഓഫ് കോഡിൽ കൊടുത്തിട്ടില്ല. സോ അങ്ങനെയാണ് അത് സി ഔട്ട് എക്സ് പ്രിൻ്റ് ചെയ്ത് വരുന്നത് 0 to 10 വരെ. നെക്സ്റ്റ് യു ഹാവ് ദ ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പും വൈൽ ലൂപ്പും എന്ന് പറഞ്ഞ ഡിഫറൻസ് എന്താ വെച്ചാൽ, വൈൽ ലൂപ്പ് ആദ്യം കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് മാത്രമേ ട്രൂ ആണെങ്കിൽ മാത്രമേ ബോഡിയിൽ കയറുള്ളൂ, ബോഡി എക്സിക്യൂട്ട് ചെയ്യൂ. ഡു വൈൽ എന്ന് വെച്ചാൽ ആദ്യം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കണ്ടീഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യുള്ളൂ. ഹെൻസ് ഡു വൈൽ ഇസ് ആൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ദാറ്റ് ഈസ് വൈൽ ലൂപ്പിൻ്റെ ഒരു വേരിയബിൾ തന്നെയാണ്, പക്ഷേ ബോഡി ഓഫ് ദ ഡു വൈൽ ലൂപ്പ് ഇസ് എക്സിക്യൂട്ടഡ് ഫസ്റ്റ് ബിഫോർ ദ expression is actually checked. So this is the syntax. In do you have piece of code and താഴത്തെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ you will have the while with the condition. So this is the explanation about the do while loop. Inside the body of the loop it is at least once executed, then only it evaluates the text expression. In text expression 2 ആണെങ്കിൽ body of the loop പിന്നെ എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആകുമ്പം എപ്പോഴാണ് ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആവുന്നത് അതനുസരിച്ച് വൈൽ ലൂപ്പിൻ്റെ പുറത്ത് വരും. So as it is evaluated only last, it is called an exit control loop. എപ്പോഴാണ് ആ ബോഡി എക്സിക്യൂട്ട് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യുന്നത് ആ സമയത്താണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്, ആഫ്റ്റർ ദ എക്സിക്യൂഷൻ. ഹെൻസ് ഇറ്റ് ഇസ് കോൾഡ് an exit control loop. You can see an example. ഇവിടെ വൈൽ ഗ്രേറ്റർ ദാൻ 0 എന്ന് ബോൾഡിൽ കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം തന്നെ നമ്മൾ ഡു വൈൽ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ഈ വൈൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 അത് ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. And you can see the output as 0 to 10 വരെ കൊടുത്തിട്ടുണ്ട് ഔട്ട്പുട്ട്. അതും ഓരോ സമയം വൈലിൽ കയറി നമ്മൾ സി ഔട്ട് എക്സിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നതാണ്. സോ ദിസ് ഈസ് ഡു വൈൽ ലൂപ്പ് ആൻഡ് ഇറ്റ്സ് എക്സ്പ്ലനേഷൻ. സോ ഇത്രയാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് നെക്സ്റ്റ് അപ്കമിങ് വീഡിയോയിൽ കാണാം. താങ്ക് യു.